വാഹനങ്ങളിലെ എയർ ബാഗുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. നാമൊക്കെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ന് ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്നത് അതിൻ്റെ സുരക്ഷയ്ക്കാണ്. വാഹന സുരക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എയർ ബാഗുകൾ. ഇന്ന് വരെ ലോകത്താകമാനം ഏതാണ്ട് 80,000 ജീവനുകളെ എയർ ബാഗുകൾ രക്ഷിച്ചിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ആഡംബര വാഹനങ്ങളിലെ ഒരു ലക്ഷറി ഘടകമായിരുന്ന എയർ ബാഗുകൾ ഇന്ന് ഒരു ബേസിക് ഫീച്ചറാണ്. അത് മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എയർ ബാഗ് ഇൻഫ്ലേറ്റ് ചെയ്ത് നമ്മെ രക്ഷിക്കുന്നു എന്നുള്ളതിനപ്പുറം എങ്ങനെയാണ് ഈ എയർ ബാഗ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ. അതിൻ്റെ പിന്നിൽ വളരെ സങ്കീർണമായ ഒരു ടെക്നോളജിയുണ്ട്. ഇന്നത്തെ വീഡിയോ ആ വിഷയമാകട്ടെ. നമസ്കാരം കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നോക്കൂ, പണ്ടൊക്കെ ലക്ഷറി വാഹനങ്ങളുടെ ഒരു ആഡംബര ചിഹ്നമായിരുന്നു എയർ ബാഗുകൾ എങ്കിൽ ഇന്ന് അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാഹനങ്ങളിൽ പോലും നിർബന്ധമായ ഒരു ഫീച്ചറായി മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു അപകടവേളയിൽ ഈ എയർ ബാഗുകൾ ഇത്ര കൃത്യമായിട്ട് വിടർന്നു വന്ന് നമ്മെ രക്ഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു ആക്സിഡൻറ്റ് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരു അപകടം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അത് നമ്മെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കിയാലേ ഈ എയർ ബാഗിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. എന്താണ് ഒരു ആക്സിഡൻറ്റ്? നമുക്കറിയാം, വേഗതയിൽ പോകുന്ന ഒരു വാഹനം മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തിലോ സൈഡിലോ എവിടെയെങ്കിലും പെട്ടെന്ന് ചെന്ന് ഇടിക്കുന്നു, അവിടെ നിൽക്കുന്നു. അതായത് വാഹനത്തിൻ്റെ വേഗത ഒരു 80 കിലോമീറ്ററിന്നോ 50 കിലോമീറ്ററിന്നോ എത്രയായാലും പെട്ടെന്ന് 0 മാറുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ എടുത്ത് വേഗത കുറഞ്ഞ് നിൽക്കേണ്ട വാഹനം അതിവേഗതയിൽ പോകുമ്പോൾ സഡനായിട്ട് നിൽക്കുന്നു. ഇതാണ് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ആ നിൽക്കാനുള്ള കാരണം ഒരു കൂട്ടിയിടിയാകാം, ഒരു മതിലിടിക്കുന്നത്, എന്തുമാകാം. അപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കെല്ലാം അറിയാം, ഈ എനർഷ്യ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, ഒരു ഫാക്ടറുണ്ട് ഈ ഫിസിക്സിൽ. നാം ഒരു വാഹനത്തിൽ സ്പീഡിൽ പോകുമ്പോൾ ആ വാഹനം മാത്രമല്ല, അതിൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യരും അതേ സ്പീഡിലാണ് പോകുന്നത്. എന്നാൽ ആ വാഹനം പെട്ടെന്ന് നിന്നാൽ ഈ മനുഷ്യർക്ക് പിടിച്ചു നിർത്താൻ അതിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിൽ എന്തു പറ്റും? ആ വാഹനം നിൽക്കുകയും മനുഷ്യർ മുമ്പോട്ട് തന്നെ അതേ വേഗതയിൽ പോവുകയും ചെയ്യും. അങ്ങനെ അവർ മുമ്പിലെ സീറ്റിലോ അല്ലെങ്കിൽ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയടിക്കുകയോ ഒക്കെ ചെയ്ത് പരിക്ക് പറ്റും. അതാണ് വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്ന്, ഒരു ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപകടം സംഭവിക്കുകയും ഉരുണ്ടു വീഴുകയും ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാദം തറയിൽ തൊടുന്ന നിമിഷം പാദത്തിൻ്റെ വെലോസിറ്റി, വേഗത 0 എന്നാൽ ശരീരത്തിൻ്റെ വേഗത അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുൻപിലേക്ക് കമന്നടിച്ചു വീഴും. അതാണ് വേഗതയിൽ പോകുന്ന ഒരു ഓടുന്ന ഒരു ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ നാം കുറച്ച് നേരം മുമ്പോട്ട് ഓടിയിട്ടാണ് നിൽക്കുക. എന്താണെങ്കിലും അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണത്. ഇത് തന്നെയാണ് ഒരു വാഹനത്തിനുള്ളിലും സംഭവിക്കുക. വാഹനം പെട്ടെന്ന് നിൽക്കുന്നു, നമ്മുടെ ശരീരം മുമ്പോട്ട് അതേ വേഗതയിൽ തന്നെ പോയി ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു. നോക്കൂ, നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പരമാവധി എത്ര വേഗതയിൽ പോകാനാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമുക്ക് പരമാവധി എത്ര വേഗതയിൽ ഓടാൻ കഴിയും? സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു 20-25 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഓടാൻ കഴിയും. വലിയ കാൾ ലോയ്സിൻ്റെയും ബെൻ ജോൺസണിൻ്റെയും പോലെയുള്ള സ്പ്രിൻ്റർമാരുടെ കാര്യമല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ ആ വേഗതയിൽ പോയി ഒരിടത്തിടിച്ചാൽ അതിനെ താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വളരെ നേരിയ നാരുകൾ കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിന് താങ്ങാവുന്നതിനൊരു ശക്തിയുണ്ട്. അത് ഈ പറഞ്ഞ വേഗതയാണ്. അതിന് മുകളിലുള്ള വേഗതയാണെങ്കിൽ ഈ നാരുകൾക്ക്, ഈ ഇൻറ്റേർണൽ ഓർഗൻസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവ പരസ്പരം കൂട്ടിയിടിച്ച് വലിയ ജീവഹാനി വരെ സംഭവിക്കും. അപ്പോൾ 60-70 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോകുമ്പോൾ ആ രീതിയിലൊരു ഇടിയിടിച്ചാൽ നമുക്ക് മാരകമായ പരിക്ക് പറ്റും, മരണം വരെ സംഭവിക്കും. കാരണം അത്രയും വലിയ സ്പീഡിൽ പോകുന്ന രീതിയിലോ ആ സ്പീഡിൽ പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെ താങ്ങാൻ പറ്റുന്ന രീതിയിലോ അല്ല നമ്മുടെ ശരീരത്തിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാം അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ
നമ്മുടെ ഈ ശരീരം ഒരിടത്ത് ചെന്ന് ഇടിക്കാതിരിക്കാനുള്ള മാർഗം നോക്കുക. അതേപോലെ തന്നെ വാഹനം ഇടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ അതേ വേഗതയിൽ ശരീരം മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ആ വേഗത കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളാണ് ഒരു വാഹനത്തിനുള്ളിൽ ചെയ്യുന്നത്. അതിനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് നമ്മുടെ നെഞ്ചിന് കുറുകയും ഈ അരക്കെട്ടിനെ ചുറ്റിയുമാണ് നാം സീറ്റ് ബെൽറ്റുകൾ ഇടുക. അപ്പോഴെന്ത് പറ്റും? വാഹനം പെട്ടെന്ന് നിൽക്കുന്നു, എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്നു, നാം മുമ്പോട്ടിങ്ങനെ തെറിക്കുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് നമ്മെ അവിടെ ഒരു പരിധിവരെ പിടിച്ചവിടെ നിർത്തും. നാം മുമ്പോട്ട് ചെന്ന് ഡാഷ്ബോർഡിലോ വിൻഷീൽഡിലോ ഒന്നും ഇടിക്കാതെ ഈ സീറ്റ് ബെൽറ്റ് നമ്മെ അവിടെ രക്ഷിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് നമ്മളെ രക്ഷിക്കുന്നത്, സീറ്റ് ബെൽറ്റ് കവർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഈ നെഞ്ച്, ഈ അരക്കെട്ട്, അതായത് ഇത്രയും ഭാഗത്തിന്. അതായത് സീറ്റ് ബെൽറ്റ് കവർ ചെയ്യുന്നത് നമ്മുടെ കഴുത്തിനും താഴേക്കുള്ള ഭാഗം മാത്രമാണ്. എന്നാൽ ഈ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം, നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗത്തിന് ഒരു പ്രൊട്ടക്ഷനുമില്ല. ഈ ശരീരം അവിടെ പിടിച്ചു നിൽക്കുമ്പോഴും, ശരീരത്തിന് ഈ സീറ്റ് ബെൽറ്റ് പിടിച്ചു നിർത്തുമ്പോഴും ഈ കഴുത്ത് മുമ്പോട്ട് തന്നെ പോകും. അത് തെറിക്കുകയും നമ്മുടെ പെടലിയൊടിയുകയും കുനിഞ്ഞു വീഴുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയാണ് ഒരു സെക്കൻഡറി സിസ്റ്റം എന്നുള്ള രീതിയിൽ എയർ ബാഗുകൾ വരുന്നത്. അപ്പോൾ ഈ മുമ്പോട്ട് പോകുന്ന തലയെ ഒന്ന് പുറകോട്ട് നിർത്താൻ, അതൊരിടത്ത് ചെന്ന് ഇടിക്കാതിരിക്കാൻ ഒരു കുഷ്യനിങ് സംവിധാനം ഉണ്ടായാൽ നല്ലതല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് ഈ എയർ ബാഗ് എന്ന് പറയുന്ന ആ സങ്കല്പം ഉണ്ടാകുന്നത്. അത് വളരെ പണ്ടേ ഉണ്ട്, പക്ഷേ അതത്ര സക്സസ് ആയിരുന്നില്ല. ആദ്യകാലങ്ങളിലൊക്കെ വണ്ടിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചത് കംപ്രസ്ഡ് എയർ തന്നെയായിരുന്നു. ഈ വാഹനം ചെന്നൊരിടത്തിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ മെക്കാനിക്കൽ സെൻസറുകൾ പ്രവർത്തിച്ച് ഈ കംപ്രസ് ചെയ്ത എയർ ഒരു പൈപ്പിൽ കൂടെ വന്ന് സ്റ്റിയറിങ്ങിലോ ഡാഷ്ബോർഡിലോ എവിടെയാണോ ഈ ബാഗ് ഇരിക്കുന്നത് ആ ബാഗിനെ നിറച്ച് ഈ ബാഗിനെ ഇൻഫ്ലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ അതൊരു പരാജയമായിരുന്നു. കാരണം ഒരു ആക്സിഡൻറ്റ് നടന്ന് ഈ ആൾക്ക് ഒരു അപകടമുണ്ടാകുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ, പരമാവധി ഒരു 70 മില്ലി സെക്കൻഡിനുള്ളിലാണ് അത് നടക്കുക. 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ 1000-1. അങ്ങനെ 70 മില്ലി സെക്കൻഡ്. ഈ എയർ ബാഗ് വിടർന്നു വരണമെങ്കിൽ ആ 70 മില്ലി സെക്കൻഡിനുള്ളിൽ അത് വിടർന്നു വന്നെങ്കിലേ പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇവിടെ ഈ മെക്കാനിക്കൽ സ്വിച്ചൊക്കെ പ്രവർത്തിച്ച് ഇതിൻ്റെ വാൽവൊക്കെ തുറന്ന് ഈ കംപ്രസ്ഡ് എയർ ഈ എയർ ബാഗിൽ വന്ന എയർ ബാഗൊക്കെ നിറഞ്ഞു വരുമ്പോഴേക്ക് ആളിൻ്റെ പണിക്കുറ്റം തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു സക്സസ്സേ ആയില്ല. പിന്നീട് 1980-കളിൽ അലൻ കെ ബ്രീഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കെമിക്കൽ എക്സ്പ്ലോഷനിൽ കൂടെ ഈ എയർ ബാഗ് വിടർത്തുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാൽ വളരെ എഫക്റ്റീവുമാണ്. കോംപ്ലിക്കേഷനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ എയർ ബാഗിൻ്റെ പിന്നിൽ, ഈ എയർ ബാഗിനോട് ചേർന്ന് തന്നെ അവിടെ സോഡിയം അസൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ആ സോഡിയം അസൈഡിനൊരു പ്രത്യേകതയുണ്ട്. 300 ഡിഗ്രിയിൽ കൂടുതൽ അത് ചൂടായാൽ അത് നേരെ സോഡിയം മെറ്റലായിട്ടും നൈട്രജൻ ഗ്യാസായിട്ടും മാറും. അങ്ങനെ 50 ഗ്രാം സോഡിയം അസൈഡ് 300 ഡിഗ്രി ചൂടാക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഏതാണ്ട് 70 ലിറ്റർ നൈട്രജൻ അതിൽ നിന്നുണ്ടാകും. ഈ പ്രത്യേകതയാണ് ഈ എയർ ബാഗിൽ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ഒരു സെൻസറുണ്ട്. അവിടെ ഒരു മെക്കാനിക്കൽ സെൻസറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോളുണ്ട്, ഒരു ബോൾ ബെയറിംഗ് പോലെ ഒരു ബോളുണ്ട്. ഒരു ഇടി നടന്നു കഴിഞ്ഞാൽ ഈ ബോൾ പെട്ടെന്ന് മുമ്പോട്ട് തെറിച്ച്, ഈ എനർഷ്യ പ്രകാരം തന്നെ ആൾക്കാർ മുമ്പോട്ട് തെറിച്ച് പോകുന്നത് പോലെ തന്നെ ഈ എയർ ബോൾ മുമ്പോട്ട് തെറിച്ച് ഒരു സ്വിച്ചിനെ ആക്റ്റീവ് ആക്കും. ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ 2 ബാറ്ററിയിൽ നിന്ന് പോകുന്ന ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അവിടെ വർക്ക് ചെയ്യുകയും ആ സർക്യൂട്ടിൻ്റെ അഗ്രത്ത് ഒരു ഫിലമെൻ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ആ ഫിലമെൻ്റ് ഈ എയർ ബാഗിനുള്ളിൽ വെച്ചിരിക്കുന്ന ഈ സോഡിയം അസൈഡിനെ ചൂടാക്കുകയും 300 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കുകയും ഈ നൈട്രജൻ ഗ്യാസ് പുറത്തു വിടുകയും ആ നൈട്രജൻ ഗ്യാസ് ഈ എയർ ബാഗിനെ ഫില്ല് ചെയ്ത് അതിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് ഈ വ്യക്തിയെ രക്ഷിക്കുകയും ചെയ്യും. ഇത്രയും പ്രവർത്തികൾ
ഒരു 30-40 മില്ലി സെക്കൻഡിനുള്ളിൽ ഇത്രയും നടന്നിരിക്കും. അതായത് ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് വ്യക്തിയിലേക്ക് എത്താൻ 70 മില്ലി സെക്കൻഡ് വേണമെങ്കിൽ ഒരു 40 മില്ലി സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടന്ന് ഈ എയർ ബാഗ് വിടർന്ന് ഈ വ്യക്തിയെ രക്ഷിച്ചിരിക്കും. അതായത് എയർ ബാഗ് വിടർന്ന് വരുന്നതൊന്നും കാണാൻ നമുക്ക് കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിനെക്കാട്ടിൽ വലിയ സ്പീഡിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇത് വളരെ വലിയ സക്സസ്സായി ഈ കെമിക്കൽ എക്സ്പ്ലോഷൻ വഴി നടക്കുന്നത്. അതായത് വളരെ സങ്കീർണമാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടി നടന്നു, ആ സ്വിച്ച് വർക്ക് ചെയ്തു, ആ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പോയി. ഇലക്ട്രിസിറ്റിയൊക്കെ പോകുന്നത് പ്രകാശ വേഗതയിലാണ്, നമുക്കറിയാം. ആ ഫിലമെൻറ്റ് പെട്ടെന്ന് ചൂടായി സോഡിയം അസൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ എക്സ്പ്ലോഡ് ചെയ്ത് നൈട്രജൻ ഗ്യാസ് വന്നു. ആ നൈട്രജൻ ഗ്യാസ് ഈ എയർ ബാഗ് നിറച്ചു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് വളരെ സക്സസ് ആണെങ്കിലും ഇതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ചില സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം മെറ്റലും നൈട്രജനുമാണ് ഉണ്ടാകുന്നത്. ഈ സോഡിയം മെറ്റൽ എന്ന് പറയുന്നത് ഈ എയറുമായി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സംഭവമാണ്. അതുമാത്രവുമല്ല, ഇത് അന്തരീക്ഷത്തിലെ ജലാംശത്തിനെ വലിച്ചെടുക്കുകയും പെട്ടെന്ന് ഡ്രൈ ആക്കുകയും ചെയ്യും. അങ്ങനെ ഡ്രൈ ആക്കുമ്പോൾ ഈ എയർ ബാഗ് ആ മെറ്റീരിയൽ വളരെ സ്റ്റിഫാവുകയും ഇവ വന്നിടിച്ച് ആൾക്കാർക്ക് അപകടമുണ്ടാവുകയും ചെയ്യും. അതുമല്ല, ഈ സോഡിയം മെറ്റൽ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവായിട്ടുള്ളൊരു മെറ്റലാണത്. അത് അന്തരീക്ഷവുമായി റിയാക്റ്റ് ചെയ്ത് ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ സിസ്റ്റത്തിനുണ്ട്. അതേപോലെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് വേറൊരു പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു. ഈ മെക്കാനിക്കൽ സ്വിച്ച് ആക്റ്റീവ് ആകുമ്പോഴാണല്ലോ ഈ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. വണ്ടി ഒരു കുഴിയിൽ വീണാൽ പോലും ഈ സ്വിച്ച് ചിലപ്പോൾ ആക്റ്റീവ് ആകും. അല്ലെങ്കിൽ ചെറുതായിട്ട്, വലിയ അപകടമൊന്നുമില്ലാത്ത ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും ആക്റ്റീവ് ആകുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ എയർ ബാഗ് വെറുതെ വിടർന്ന് ഇത് വേസ്റ്റായി പോകുന്ന അവസ്ഥകളും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. സോഡിയം അസൈഡിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനോടൊപ്പം പൊട്ടാസ്യം നൈട്രേറ്റ്, സിലിക്കൺ ഡയോക്സൈഡ് ഇങ്ങനെയുള്ളവ കൂടി ചേർത്ത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചു. പക്ഷേ പിന്നീട് ഈ സോഡിയം അസൈഡിനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്ത് ഗുണഡൈൻ നൈട്രേറ്റ് എന്ന് പറഞ്ഞ ആ രാസവസ്തു ഇതിൻ്റെ അകത്ത് നിറച്ചു. അതും ഇതേ എഫക്റ്റ് തന്നെ ഉണ്ടാക്കും. പക്ഷേ ഈ സോഡിയം അസൈഡിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല. അത് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കില്ല. അത് എയറുമായോ മോയ്സ്ചറുമായോ റിയാക്റ്റീവ് അല്ല. അങ്ങനെ ആ ഭാഗം വളരെ സേഫായി. പിന്നെ രണ്ടാമത് പറഞ്ഞ ഈ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിൻ്റെ കാര്യം, ആ സ്വിച്ചും അവിടെ റീപ്ലേസ് ചെയ്തു. MEMS സെൻസറുകൾ സ്ഥാപിച്ചു. ഡീആക്സിലറോമീറ്റർ, ജൈറോസ്കോപ്പ് ഇവയെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ജൈറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ തിരിയൽ, പെട്ടെന്ന് വണ്ടി ഇടിക്കുമ്പോൾ അതൊന്ന് തിരിയില്ലേ, അവ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു ഉപകരണമാണ് ജൈറോസ്കോപ്പ്. ഡീആക്സിലറോമീറ്റർ, അതായത് നമ്മുടെ ഓഡോമീറ്റർ ഉണ്ടല്ലോ, വണ്ടി ഏത് വേഗതയിലാണ് പോകുന്നത് എന്നൊക്കെ നിർണ്ണയിക്കുന്ന ആ ഓഡോമീറ്റർ. അതുപോലെ വേറൊന്ന് ഡീആക്സിലറോമീറ്റർ. കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു കൂട്ടിയിടി കാരണം പെട്ടെന്ന് ഒരു ചെറിയ സമയത്തിനുള്ളിൽ വേഗത 0 ആകുന്ന അവസ്ഥയാണല്ലോ ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് ഈ വേഗത ഒരു വലിയ വേഗതയിൽ നിന്ന് 0യിലേക്ക് എത്തുന്നത് എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു ഡീആക്സിലറോമീറ്റർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തു. ഇവയെല്ലാം കൂടി ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, ഒരു ചെറിയ കമ്പ്യൂട്ടർ തന്നെയാണത്. ആ കമ്പ്യൂട്ടറിലേക്ക് ആണ് ഈ ഇൻഫർമേഷനുകളെല്ലാം വരുന്നത്. അതുമാത്രവുമല്ല, സീറ്റ് ഓക്യുപ്പേഷൻ സെൻസർ, അതായത് ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സീറ്റിലുണ്ടെങ്കിൽ ആ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇവരെ രക്ഷിക്കേണ്ടതാണ് എന്ന സിഗ്നൽ അയക്കുന്ന സീറ്റിലുള്ള സീറ്റ് ഓക്യുപ്പേഷൻ സെൻസർ, ക്രാഷ് സെൻസർ, അങ്ങനെ പല സെൻസറുകൾ ഈ വണ്ടിയുടെ പല ഭാഗത്തായിട്ട് വെച്ച് കൃത്യമായി ഒരു അപകടകരമായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ മാത്രം ഇത് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റി. അങ്ങനെ ഈ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് പൂർണ്ണമായും ഒഴിവാക്കി. അങ്ങനെ സോഡിയം അസൈഡിന് പകരം ഗുണഡൈൻ നൈട്രേറ്റ് നിറച്ചു. മെക്കാനിക്കൽ സ്വിച്ചുകൾ മുഴുവനും ഒഴിവാക്കി. പൂർണ്ണമായും ഇലക്ട്രോണിക് സെൻസറുകളും അവയെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ യൂണിറ്റും വെച്ചപ്പോൾ ഈ എയർ ബാഗ് സിസ്റ്റം എന്ന് പറയുന്നത് പെർഫെക്റ്റായി. അതാണ് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ എല്ലാം ഉള്ളത്. ഒരു പ്രാവശ്യം ഈ നൈട്രജൻ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാട്ടിൽ സ്പീഡിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. കാര്യം ആൾക്കാരെ രക്ഷിച്ചു. ആൾക്കാരുടെ മുഖം അവിടെ വന്ന് അതിന് കുഷ്യനിങ് എഫക്റ്റ് അങ്ങോട്ട് കൊടുക്കുകയും ഇത് കംപ്ലീറ്റ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ മുഖം ചെന്ന് ഈ ബാഗിൽ തട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് ഒഴിയാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ചെന്ന് ഇടിക്കുന്നതെങ്കിൽ
നമ്മളൊരു ഭിത്തിയിൽ ചെന്നിടിക്കുന്ന അത്രയും അനുഭവമുണ്ടാകും. അതായത് ഈ ഒരു എയർ ബാഗിൻ്റെ അകത്ത് 70 ലിറ്ററാണ് വന്ന് നിറയുന്നത്, കല്ല് പോലെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയും സംഭവിക്കാതിരിക്കാൻ ഇത് ഭുമ്മെന്ന് വന്ന് നിറഞ്ഞു അന്നേരം തന്നെ ഒഴിഞ്ഞു പോകുന്നു. ആ ഒഴിഞ്ഞു പോകുന്ന ആ സമയത്ത് തന്നെയായിരിക്കും ഈ മുഖം അതിൽ ചെന്ന് ടച്ച് ചെയ്യുകയും ചെയ്യുക. അപ്പോഴേക്ക് അതിനൊരു കുഷനിങ് എഫക്റ്റ് വന്നിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് 50 മില്ലി സെക്കൻഡിന് താഴെയാണ്. ഈ സാധനം, ഈ എയർ ബാഗ് വിടർന്നു വരുന്നത് 320 കിലോമീറ്റർ പെർ അവർ, അതായത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പീഡിലാണ് ഇത് നിറയുന്നത്. അതുകൊണ്ട് എന്താണ്, റോഡിൽ കൂടെ പോകുന്നൊരു വാഹനത്തിൻ്റെ വേഗത എത്രയാണ്? ശരാശരി വേഗത ഒരു 60-70 കിലോമീറ്റർ പോട്ടെ, 100-150 കിലോമീറ്റർ സ്പീഡായിക്കോട്ടെ, അതിൻ്റെയും ഇരട്ടി സ്പീഡിലാണ് ഈ ബാഗ് വരുന്നതും. അതേപോലെ തന്നെ സംഭവിക്കുന്നത് ഒരു 30-40 മില്ലി സെക്കൻഡിൽ സംഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വലിയ ഒരു അളവോളം ഇതിൻ്റെ അകത്ത് സഞ്ചരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയും. എനിക്ക് ഒരിക്കലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. എയർ ബാഗ് വിടർന്നു വരികയും ചെയ്തു. അത് കഴിഞ്ഞ് വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്ത് എയർ ബാഗ് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോഴാണ്, എയർ ബാഗ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വിലയെപ്പറ്റി അറിയുന്നത്. വളരെ കോസ്റ്റ്ലിയാണ്. ഒരു എയർ ബാഗിന് ഒരു 40,000 രൂപയോളം വരും. ഞാനെന്തായാലും ഇങ്ങനെ ആലോചിച്ച്, ഇതെന്ത്, നമ്മളെ മുമ്പ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനം. പിന്നീട് അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ഇത്രയും സങ്കീർണമായ ടെക്നോളജികളും പ്രോസസ്സും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നറിയുന്നത്. കൺട്രോൾ യൂണിറ്റുകൾ, സെൻസറുകൾ, ഈ കെമിക്കൽ, ആ എക്സ്പ്ലോഷൻ ഉറപ്പുവരുത്താനുള്ള അതിൻ്റെ കാലിബ്രേഷൻ, അങ്ങനെ വളരെ നീണ്ട ഒരു പ്രവർത്തനമാണ് ഈ എയർ ബാഗ് നിറയുന്നതിൻ്റെ അകത്തുള്ളത്. അതൊരൊറ്റ പ്രാവശ്യമേ ഉപയോഗിക്കാനും കഴിയുകയുള്ളൂ. ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥയേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ചേ ഇതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലുമാണ്. പക്ഷേ മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കോസ്റ്റേ അല്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പലരും പറയുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും എയർ ബാഗ് വർക്ക് ചെയ്യും. പക്ഷേ ഈ എയർ ബാഗിൻ്റെ പ്രയോജനം പൂർണ്ണമായി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. എന്താണ് സംഭവിക്കുകയെന്ന് ആലോചിച്ച് നോക്കാം. ഈ സീറ്റ് ബെൽറ്റ് ഇല്ല എങ്കിൽ എന്തു പറ്റും? ഈ ശരീരം അങ്ങനെ തന്നെ, സീറ്റ് ബെൽറ്റ് പിടിച്ചു നിർത്തുന്നതിനും ശരീരം അങ്ങനെ തന്നെ മുൻപോട്ട് പോകും. ഈ എയർ ബാഗ് വിടർന്നു വരുന്ന അതേ സമയത്ത് തന്നെ ഈ ശരീരവും എയർ ബാഗിൽ ചെന്നിടിക്കും. എങ്ങനെയാണ് ഇടിക്കേണ്ടത്? എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? എയർ ബാഗ് നിറഞ്ഞ് അതിൽ നിന്ന് ഗ്യാസ് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് വേണം ശരീരം അതിൽ സ്പർശിക്കാൻ. പക്ഷേ അതിന് മുമ്പ് തന്നെ ചെന്നിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ വിൻഷീൽഡിലോ സ്റ്റിയറിങ്ങിലോ ഡാഷ്ബോർഡിലോ ശരീരം ചെന്നിടിക്കുന്ന അതേ എഫക്റ്റ്, അതായത് നമ്മളെ രക്ഷിക്കാൻ വന്നവൻ നമ്മളെ കൊല്ലുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് കൂടി ഉണ്ടെങ്കിലേ ഈ എയർ ബാഗിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുകയുള്ളൂ. എയർ ബാഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സെക്യൂരിറ്റി സിസ്റ്റമാണ്. പ്രൈമറി സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് തന്നെയാണ്. ഇപ്പോഴിറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും മിനിമം മുമ്പിൽ 2 എയർ ബാഗ് നിർബന്ധമാണ്. അത് ഉടനെ തന്നെ 6 എയർ ബാഗുകളാകാൻ പോകുന്നു. പിന്നിലിരിക്കുന്ന യാത്രക്കാർക്കും അതേപോലെ വശങ്ങളിൽ നിന്നും എയർ ബാഗ് വരുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ യാത്രാ സുരക്ഷയെ ഒരുപാട് വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായ വേഗതയിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ യാത്ര ചെയ്യുക. കാരണം മനുഷ്യജീവൻ എന്ന് പറയുന്നത് അത്രയേറെ വിലപ്പെട്ടതാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.